എൻ്റെ സ്വപ്നങ്ങൾ തീർന്നുപോയി, എൻ്റെ ഭാവിക്ക് ഇനിയൊരു സാധ്യതയില്ല, എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആരോ ഈ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ ഭാവി തീർന്നു പോയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കാനഡയിലെ ആൽബർട്ടയിൽ എബ്രഹാം ലേക്കിന്റെ മുമ്പിലാണ്. വളരെ മനോഹരമായ ലേക്കിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഫോം ചെയ്യുന്ന മീഥെയിൻ ഗ്യാസ്, പ്ലാന്റ്സ് ഡീകമ്പോസ് ചെയ്യുന്ന മീഥെയിൻ ഗ്യാസ് ബബിൾസ് ആയി പുറത്തു പോകാറുണ്ട്. എന്നാൽ വിന്റർ സമയത്ത് ഇതിന്റെ മുകളിൽ ലേക്കിന്റെ ടോപ്പ് ലെയർ ഫ്രീസ് ആയി കിടക്കുന്നത് കൊണ്ട് ഇതിന് പുറത്തു പോകാൻ കഴിയാതെ ഒരു സ്റ്റെയർകേഴ്സ് എഫക്റ്റ് ലെയേഴ്സ് ആയിട്ട് ബബിൾസ് ആയി രൂപാന്തരപ്പെടാറുണ്ട്. ആ കാഴ്ച വളരെ മനോഹരമാണ്. അതെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആശകൾ, നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ ഒക്കെയും ഇതുപോലെ ഫ്രീസായി ട്രാപ്റ്റായി കിടക്കുന്ന പോലെ തോന്നാറുണ്ട്. ഈ പെബിൾസ് ട്രാപ്റ്റായി കിടക്കുന്നത് പോലെ. എന്നാൽ അത് അവസാനമല്ല. ഇതാ സൂര്യന്റെ കിരണങ്ങൾ അതിൻ്റെ മേൽ പതിക്കാൻ പോകുന്നു. ഒരു സീസൺ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ സീസണിൽ അത് ഉരുകി ഈ വെള്ളം മനോഹരമായി ഒഴുകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നീതിശൂരനായ കർത്താവിൻ്റെ കൃപയുടെ കിരണങ്ങൾ തണുത്തുറഞ്ഞു പോയെന്ന് പറഞ്ഞ, ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയത്തിൽ, നിങ്ങളുടെ രോഗത്തിന്റെ വിഷയത്തിൽ, നിങ്ങളുടെ എല്ലാ മേഖലകളിലും യേശുവിൻ്റെ വചനത്തിന്റെ കൃപയുടെ സൂര്യകിരണം, യേശുവിൻ്റെ വചനത്തിന്റെ ശക്തി അതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവത്തിന്റെ രക്ഷിക്കുന്ന കരം ഇതാ പുതിയത് ചെയ്യുന്നു. യെശയ്യാവ് 43:19 പറയുന്നത് പോലെ ഇതാ പുതിയത് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. അതുകൊണ്ട് നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. യേശുവിൻ്റെ വലിയ വിടുതൽ നിങ്ങളെ തേടി വരികയാണ്.